കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു നാവിഗേഷൻ ബാർ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ഒരു ബാനർ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ഹെഡർ സെഷൻ ഇവിടെ തീർന്നിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഹെഡറിന് താഴെയായിട്ടുള്ള കണ്ടന്റ് എല്ലാം മെയിൻ എന്ന് പറയുന്ന ഒരു കണ്ടെയ്നറിനുള്ളിലാണ് ഇടുന്നത്. അതിനുവേണ്ടിയുള്ള HTML ടാഗാണ് മെയിൻ. അതിനുള്ളിൽ നമുക്ക് ബാനറിന് വേണ്ടി ഒരു ഡിവിഷൻ ഉണ്ടാക്കാം. അതിനെ നമുക്ക് ഡിവിഷൻ ക്ലാസ് ബാനർ എന്ന് വിളിക്കാം. അതിനുള്ളിൽ വേണം നമുക്ക് ബാനർ ഇമേജ് ഇടാൻ. അപ്പോൾ ഡിവിഷൻ ക്ലാസ്, അതിനുള്ളിൽ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇമേജ് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ഇമേജ്, നമ്മുടെ മെയിൻ ഫോൾഡറിനുള്ളിലുള്ള ഇമേജസ് എന്ന നമ്മുടെ ആ ഫോൾഡറിൽ നിന്നും ബാനർ ഇമേജ് നമുക്ക് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാം. ബാനർ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിന് ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ബാനർ എന്ന് തന്നെ കൊടുക്കാം. സേവ് ഓൾ വെച്ച് സേവ് ചെയ്തതിന് ശേഷം പ്രിവ്യൂ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാനർ ഇമേജ് വന്നിട്ടുണ്ട്. ഹെഡർ സെഷനായി, ബാനറായി. അടുത്തായി നമുക്ക് ഈ അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഒരു 2 കോളം കണ്ടന്റ് ആണ്. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അടുത്തതായിട്ട് നോക്കാം. ഡിവിഷൻ ക്ലാസ് ബാനർ എന്നുള്ള അതിൻ്റെ ക്ലോസിംഗ് ടാഗിൻ്റെ താഴെയായി അടുത്ത സെഷൻ ആരംഭിക്കുകയാണ്. അപ്പം അതിനു വേണ്ടിയുള്ള HTML സ്ട്രക്ചർ വേണം ആദ്യമായിട്ട് ഉണ്ടാക്കാൻ. അതിനുവേണ്ടി സെക്ഷനുള്ളിൽ നമ്മൾ റോസും കോളംസുമായിട്ടാണ് കണ്ടന്റ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പം റോ, ഡിവിഷൻ ക്ലാസ് റോ എന്ന് വിളിക്കുന്നു. ഡിവിഷൻ ക്ലാസ് റോ. അതിനുള്ളിൽ ആ റോയ്ക്കുള്ളിൽ നമുക്ക് 2 കോളം വേണം. അപ്പം ഡിവിഷൻ ക്ലാസ് കോളം എന്നുള്ളതിന് കോൾ എന്ന് നമ്മൾ വിളിക്കുന്നു. അത് ക്ലോസ് ചെയ്യണം. എന്നിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+D പ്രസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് സെക്ഷൻ, അതിനുള്ളിൽ റോയ്ക്കുള്ളിൽ 2 കോളംസ്. അപ്പം നമ്മുടെ HTML സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് നമ്മുടെ ഓരോ കോളത്തിലും ആവശ്യമായ കണ്ടന്റുകൾ നമുക്ക് ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഫസ്റ്റ് കോളത്തിൽ നമുക്ക് വേണ്ടത് ഒരു ഇമേജ് ആണ്. അപ്പം ഇൻസേർട്ട് ഇമേജ്, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇമേജ് അത് ആ ഫസ്റ്റ് കോളത്തിൽ ഇൻസേർട്ട് ചെയ്യുന്നു. അടുത്ത കോളത്തിൽ, ആ കോളത്തിനുള്ളിൽ അതിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗിനുള്ളിൽ കർസർ വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായ ഈ ടെക്സ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്ത് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ടൈറ്റിൽ സെലക്ട് ചെയ്ത് Ctrl+1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് H1 എന്നുള്ള ടാഗിനുള്ളിലായിക്കോളും. നമ്മൾ ഷോർട്ട് കട്ടാണ് യൂസ് ചെയ്തത്. അതുപോലെ ഇത് പാരഗ്രാഫ് ടെക്സ്റ്റ് ആണ്. അത് Ctrl+Shift+P പ്രസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇൻസേർട്ടിൽ നിന്നും പാരഗ്രാഫ് എന്നുള്ളത് സെലക്ട് ചെയ്താലും നമ്മുടെ ആ പാരഗ്രാഫ് കണ്ടന്റ് P ടാഗിനുള്ളിൽ ആയിക്കോളും. സേവ് ഓൾ വെച്ച് സേവ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ റിയൽ ടൈം പ്രിവ്യൂ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആ 2 കണ്ടന്റ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റൈൽ ഷീറ്റ് എഴുതാത്തതുകൊണ്ട് അത് താഴോട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് സ്റ്റൈൽ ഷീറ്റ് പോയി നമ്മുടെ സെഷൻ റോ കോളം ഇതിനു വേണ്ടി നമുക്ക് സ്റ്റൈൽ ഷീറ്റ് എഴുതണം. സെഷന് വേണ്ടി, റോയ്ക്ക് വേണ്ടി, കോളത്തിന് വേണ്ടി നമുക്ക് സ്റ്റൈൽ ഷീറ്റ് എഴുതാം. ഓക്കെ, സെഷന് വേണ്ടി നമ്മൾ സെഷൻ എന്ന് എഴുതുന്നതിന് കാരണം അതൊരു HTML ടാഗാണ്. അതുകൊണ്ട് വെറുതെ സെഷൻ എഴുതിയാൽ മതി. സെഷനുള്ളിൽ നമ്മൾ പാഡിങ് കൊടുക്കുന്നു. അത് പല സെഷനുകൾ തമ്മിൽ വരുമ്പോൾ അത് തമ്മിലൊരു ഗ്യാപ്പ് ലഭിക്കുന്നതിന് വേണ്ടി ഒരു പാഡിങ് ടോപ്പ് ആൻഡ് ബോട്ടം 40 പിക്സൽ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 0 പിക്സൽ എന്ന് എഴുതി. അതിനുശേഷം നമുക്ക് റോയ്ക്ക് വേണ്ടിയുള്ള കോഡാണ് എഴുതേണ്ടത്. അതൊരു ഡിവിഷൻ ക്ലാസ് റോ എന്നുള്ളതുകൊണ്ട് .റോ എന്നിവിടെ എഴുതണം. ബ്രാക്കറ്റിനുള്ളിൽ അതിൻ്റെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി നമ്മൾ ഫ്ലെക്സ് ആക്കുന്നു. റോയുടെ ഡിസ്പ്ലേ പ്രോപ്പർട്ടി ഫ്ലെക്സ് എന്ന് സെറ്റ് ചെയ്യുന്നു. അപ്പം അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോളം. നമ്മൾ സെഷന് വേണ്ടി എഴുതി, റോയ്ക്ക് വേണ്ടി എഴുതി. അടുത്ത നമുക്ക് കോളത്തിന് വേണ്ടി എഴുതാം. ഡിവിഷൻ ക്ലാസ് കോളം എന്നുള്ളതായതുകൊണ്ട് .കോൾ എന്ന് എഴുതണം. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിനുള്ളിൽ കോളത്തിന് വേണ്ടിയുള്ള നമുക്ക് CSS എഴുതാം. അവിടെ നമ്മൾ ഫ്ലെക്സ് 1 എന്ന് സെറ്റ് ചെയ്യുന്നു. ഫ്ലെക്സ് 1 എന്ന് പറഞ്ഞാൽ എല്ലാ കോളംസും ഈക്വൽ വിഡ്ത്ത് ഉള്ളതായിരിക്കും. റോയ്ക്കുള്ളിൽ നമ്മൾ കോളംസ് എത്ര പ്രാവശ്യം വിളിച്ചാൽ അത് ഈക്വൽ വിഡ്ത്ത് ആവും. ഓക്കെ, ഇപ്പം നമ്മുടെ റോസ് ആൻഡ് കോളംസ് ആയിട്ട് അത് ആ സെഷൻ അറേഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ
പാഡിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പാഡിങ് എഴുതാം. പാഡിങ് 20 പിക്സൽ എന്ന് എഴുതി സേവ് വെച്ച് സേവ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ഓക്കെ, നമുക്കിവിടെ ഒരു പാഡിങ് ലഭിച്ചിട്ടുണ്ട്. ഇനി ഫുൾ കണ്ടന്റ് ഫുൾ സ്ട്രെച്ചായി കിടക്കുകയാണ്. നമുക്ക് ഈ ആ റോയുടെ വിഡ്ത്ത് അത്രയും വേണ്ട, അതിന് വിഡ്ത്ത് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. അത് നമ്മൾ വിഡ്ത്ത് എന്ന് എഴുതി കഴിഞ്ഞാൽ 1200 പിക്സൽ എന്ന് എഴുതിയാൽ റെസ്പോൺസീവ് ആകത്തില്ല. അതുകൊണ്ട് നമുക്കത് മാക്സിമം വിഡ്ത്ത് 1200 പിക്സൽ എന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ആ റോ റെസ്പോൺസീവ് ആയിക്കോളും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മാക്സിമം വിഡ്ത്ത് 1200 പിക്സൽ എന്ന് എഴുതാം. ഇനി അത് മാർജിൻ ഓട്ടോ എന്ന് എഴുതുന്നത് കാരണം ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടായിരിക്കും ബൈ ഡിഫോൾട്ട് കിടക്കുന്നത്, അതിനെ സെൻട്രൽ അലൈൻഡ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റോ ഇപ്പോൾ സെൻട്രൽ അലൈൻഡ് ആയിട്ട് 1200 വിഡ്ത്തുള്ള ഒരു കണ്ടെയ്നറായിട്ട് മാറി. അടുത്ത് നമുക്ക് ഒരു ബട്ടൺ ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട് നമ്മുടെ കണ്ടന്റിനകത്ത്. അത് നമ്മുടെ സെക്കൻഡ് കോളത്തിലാണ്. അപ്പോൾ സെക്കൻഡ് കോളത്തിൽ പാരഗ്രാഫിന് താഴെയായിട്ടാണ്. അപ്പോൾ പാരഗ്രാഫിൻ്റെ പി ടാഗ് ക്ലോസ് ചെയ്തതിന് താഴെയായിട്ട് കർസർ വെച്ചതിന് ശേഷം ബട്ടൺ എന്നുള്ള ടാഗ് വെച്ച് യൂസ് ചെയ്യാം. അപ്പം ബട്ടണിന് ടൈപ്പ് ചെയ്തിട്ട് ടാബ് പ്രസ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് ആ ടാഗ് അവിടെ വന്നോളും. അതിനുള്ളിൽ നമ്മൾ റീഡ് മോർ എന്ന് എഴുതുന്നു. ബട്ടണിൽ കാണിക്കേണ്ട ടെക്സ്റ്റ് ആണത്. സേവ് വെച്ച് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രിവ്യൂ ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി അടുത്തായിട്ട് നമുക്ക് ഒരു സ്റ്റൈൽ ഷീറ്റ് വെച്ച് അതിനെ ഈ രീതിയിൽ ഒന്ന് സ്റ്റൈൽ ചെയ്യണം. ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, അതിനായി നമുക്ക് സ്റ്റൈൽ ഷീറ്റിൽ പോയിട്ട് നമുക്ക് ഒരു ബട്ടൺ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ നമുക്ക് ബട്ടൺ എന്നുള്ള ആ ടാഗ് നെയിം തന്നെ യൂസ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഡോട്ട് ഹാഷ് ഒന്നും വേണ്ട, ബട്ടൺ എന്ന് തന്നെ എഴുതിയാൽ മതി. ബട്ടണ് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ട് കളറിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടി ബാക്ക്ഗ്രൗണ്ട് കളർ. അതിൻ്റെ കളറ് നമ്മുടെ ആ ഹെഡറിൻ്റെ കളറാണ്, ആ പിങ്ക് കളർ. അപ്പോൾ നമുക്ക് ആ മേളിൽ നിന്നും അതിൻ്റെ ആ കളർ കോഡ് സെലക്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ പിങ്ക് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളർ ഒന്ന് മാറ്റണം. അതിനുള്ള കോഡ് കളർ, അതിനുശേഷം അത് വൈറ്റ് ആക്കുന്നു. സെമികോളൻ കൊടുക്കണം. സേവ് വെച്ച് സേവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന് ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പക്ഷേ ഒരു വിഡ്ത്തും ഹൈറ്റും ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്കതൊരു പാഡിങ് വെച്ചിട്ട് അതിനൊരു വിഡ്ത്തും ഹൈറ്റും ഒന്ന് സെറ്റ് ചെയ്യാം. പാഡിങ് ടോപ്പ് ആൻഡ് ബോട്ടം നമുക്കൊരു 12 പിക്സൽ സെറ്റ് ചെയ്യാം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അതിൻ്റെ 3 മടങ്ങ് ഒരു 36 പിക്സൽ എന്ന് സെറ്റ് ചെയ്തു. അതിനൊരു ബോർഡറോടെ സെറ്റ് ചെയ്യാം. ബൈ ഡീഫോൾട്ട് ഇതിനൊരു ബോർഡർ ഉണ്ട്, അതൊന്ന് ചേഞ്ച് ചെയ്തെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുള്ളൂ. അതിൻ്റെ ബോർഡർ നമ്മൾ 1 പിക്സൽ, ബോർഡർ സ്റ്റൈൽ സോളിഡ് എന്ന് സെറ്റ് ചെയ്യുന്നു. അതിൻ്റെ കളർ എന്താണെന്ന് നമുക്ക് പിക്ക് ചെയ്യാം. വൈറ്റ് കളർ നമുക്ക് സെറ്റ് ചെയ്യാം ബോർഡറിന്. സെമികോളൻ ശേഷം സേവ് ഓൾ വെച്ച് സേവ് ചെയ്യുക. നമുക്ക് പ്രിവ്യൂ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബട്ടൺ ഇപ്പോൾ ഭംഗിയായിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ അടുത്ത സെഷനിൽ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു 3 കോളം കണ്ടന്റ് ഉള്ള സെഷൻ, ഒരു സെഷൻ ടൈറ്റിലുണ്ട്, ഒരു 3 കോളം കണ്ടന്റ് ഉണ്ട്. ഓക്കെ, അതിനായി നമുക്ക് അതിൻ്റെ HTML സ്ട്രക്ചർ വേണം ക്രിയേറ്റ് ചെയ്യാൻ. അതിന് നമ്മുടെ സോഴ്സ് കോഡിൽ വന്നതിന് ശേഷം ആദ്യത്തെ സെഷൻ ടാഗ് ക്ലോസ് ചെയ്തതിൻ്റെ താഴെയായിട്ട് വേണം അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സെഷൻ ക്ലോസ് ചെയ്തതിന് താഴെയായിട്ട് വേണം താഴെ. ഓക്കെ, അതിന് നമുക്ക് ഇവിടെ ഒരു കമൻറ്റ് ഇടാം. ഓരോ സെഷനുകൾ നമുക്ക് എവിടെയാണ് തുടങ്ങുന്നതെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു HTML കമൻറ്റ് നമ്മളിവിടെ എഴുതുകയാണ്. ഇതൊരു നല്ല പ്രാക്ടീസാണ്. ഓരോ സെഷൻസ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അടുത്തത് നമ്മുടെ കോഴ്സ് സെഷൻ ആണ്. അത് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കതവിടെ എഴുതി വെക്കാം ഒരു കമൻ്റായിട്ട്. നമ്മുടെ ഈ സെഷന് 3 ഒരു സെഷൻ ടൈറ്റിലുണ്ട്, 3 കോളം കണ്ടന്റ് ആണ്. അതിനകത്ത് ഓരോ കോളത്തിലും ഇമേജ്, ഒരു ടൈറ്റിൽ, ഒരു പാരഗ്രാഫ് ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് അതിൻ്റെ HTML സ്ട്രക്ചർ ഉണ്ടാക്കാം. ഒരു സെഷനുള്ളിൽ ഒരു റോ, ഡിവിഷൻ ക്ലാസ് റോ എന്ന് എഴുതുന്നു. ഡിവിഷൻ ക്ലാസ് റോയ്ക്കുള്ളിൽ നമുക്ക് 3 കോളംസ് ആണുള്ളത്. അപ്പം ഡിവിഷൻ ക്ലാസ് കോളം, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി Ctrl D പ്രസ് ചെയ്ത് 3 പ്രാവശ്യം ആ കോളം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ സെഷനുള്ളിൽ നമുക്കൊരു റോ ക്രിയേറ്റ് ചെയ്തു. ആ റോയ്ക്കുള്ളിൽ നമുക്ക് 3 കോളംസും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ നമ്മുടെ ആ ഒരു സെഷൻ്റെ HTML സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഈ കോഡ് തന്നെ ഷോർട്ട് കട്ട് വെച്ച് എങ്ങനെ എഴുതാമെന്നൂടെ നോക്കാം. ഈ ഇത്രയും കോഡ് ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. നമുക്ക് സെഷൻ, അതിനുള്ളിൽ റോ, അതിനുള്ളിൽ കോളം. ആദ്യം സെഷൻ,
അത് കഴിഞ്ഞ ശേഷം ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുന്നു. അടുത്തതൊരു ക്ലാസ് ആയതുകൊണ്ട് നമ്മളത് ഡോട്ട് റോ എന്ന് എഴുതുന്നു. ആ റോയ്ക്കുള്ളിൽ വേണ്ടിക്കൊണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ടിട്ട് ഡോട്ട് കോളം സ്റ്റാർ ഇട്ടിട്ട് 3 എന്ന് വെച്ചാൽ എത്ര ടൈംസ് അത് വേണം. അപ്പം നമ്മുടെ ആ നേരത്തെ എഴുതിയ അതേ കോഡ് ഇപ്പം വളരെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാവുന്നതാണ്. സെഷൻ റോയ്ക്കുള്ളിൽ 3 കോളംസ് നമ്മൾ ഷോർട്ട് കട്ട് വെച്ച് എഴുതി വന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ കോളത്തിൽ നമുക്ക് ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാം. അതിനുവേണ്ടി ആദ്യത്തെ കോളത്തിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗിനുള്ളിൽ കർസർ വെച്ചതിന് ശേഷം നമുക്കൊരു ഇമേജ് സെലക്ട് ചെയ്തെടുക്കാം. ആദ്യം വേണ്ട ഇമേജ് നമുക്ക് ഈ ഇമേജ് ആണ്. അത് നമ്മൾ ഇവിടെ സേവ് വെച്ചിരിക്കുന്ന ഇമേജ് നമുക്ക് ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ കോളത്തിൽ അടുത്ത ഇമേജ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. മൂന്നാമത്തെ കോളത്തിലെ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാം. സേവ് ഓൾ വെച്ച് സേവ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിവ്യൂ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇട്ട 3 കോളത്തിലും ആ 3 ഇമേജുകൾ വന്നിട്ടുണ്ട്. ഇനി ഇമേജിൻ്റെ ടൈറ്റിൽ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ഇമേജിന് താഴെയായിട്ടുള്ള ടൈറ്റിൽ, പാരഗ്രാഫ് ഒക്കെ നമുക്ക് കണ്ടന്റ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഈ ആദ്യത്തെ കോളത്തിലെ കണ്ടന്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇമേജിൻ്റെ ആ ടാഗ് ക്ലോസ് ചെയ്തതിന് ക്ലോസിങ്ങിന് അടുത്തായിട്ട് നമുക്ക് കർസർ വെച്ചതിന് ശേഷം നമുക്ക് അവിടെ നമ്മുടെ ആ കണ്ടന്റ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മളവിടെ കണ്ടന്റ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ ടെക്സ്റ്റ് നമ്മുടെ ടൈറ്റിൽ ആയതുകൊണ്ട് നമുക്ക് ഇൻസേർട്ട് ഹെഡിങ് H2 അല്ലെ H3 വെച്ചിട്ട് നമുക്ക് അത് ഹെഡിങ് എഴുതാം. ഇത് സെയിം തന്നെ നമുക്ക് ഷോർട്ട് കട്ട് വെച്ച് എഴുതാം. സെലക്ട് ചെയ്തിട്ട് Ctrl+3 പ്രസ് ചെയ്താൽ മതി, H3യുടെ ഷോർട്ട് കട്ട്. അടുത്ത ഇത് പാരഗ്രാഫിനകത്ത് വേണം. Ctrl+Shift+P പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസേർട്ടിൽ നിന്നും പാരഗ്രാഫ് എന്നുള്ള സെലക്ട് ചെയ്താലും P ടാഗിനുള്ളിൽ നമ്മുടെ കണ്ടന്റ് വന്നോളും. സേവ് ചെയ്തതിന് ശേഷം പ്രിവ്യൂ ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ കോളത്തിലെ കണ്ടന്റുകൾ വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത സെക്കൻഡ് കോളത്തിലെ കണ്ടന്റ് കോപ്പി ചെയ്തതിന് ശേഷം സെയിം സ്റ്റെപ്സ് തന്നെ രണ്ടാമത്തെ കോളത്തിലും റിപ്പീറ്റ് ചെയ്യാം. ഇമേജിൻ്റെ താഴെയായിട്ട് നമ്മുടെ ഈ കണ്ടന്റ് രണ്ടാമത്തെ കോളത്തിൽ ഇമേജിൻ്റെ താഴെയായിട്ട് കണ്ടന്റ് പേസ്റ്റ് ചെയ്യുന്നു. ആദ്യത്തേത് ഹെഡിങ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു, ഹെഡിങ് H3ക്കുള്ളിൽ. അടുത്തത് P ടാഗിനുള്ളിൽ വേണം അടുത്ത കണ്ടന്റ്. അത് നമുക്ക് ഇൻസേർട്ട് പാരഗ്രാഫ്. ഓക്കെ, അപ്പോൾ P ടാഗിനുള്ളിൽ അത് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത മൂന്നാമത്തെ കോളത്തിലെ കണ്ടന്റ് കോപ്പി ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്ത് സെയിം സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യാം. ഇമേജ് മൂന്നാമത്തെ കോളത്തിൽ ഇമേജിൻ്റെ ടാഗിന് ശേഷമായിട്ട് കർസർ വെച്ചതിന് ശേഷം നമ്മുടെ കണ്ടന്റ് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് ഹെഡിങ് H3 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. H3 എന്നുള്ള ടാഗിനുള്ളിൽ സെറ്റ് ചെയ്തു. അടുത്ത പാരഗ്രാഫ് കണ്ടന്റ് നമുക്ക് P ടാഗിനുള്ളിൽ സെറ്റ് ചെയ്യാം, ഇൻസേർട്ട് പാരഗ്രാഫ്. ഓക്കെ, അടുത്ത കണ്ടന്റ് നമ്മുടെ പാരഗ്രാഫ് ടാഗിനുള്ളിലായി. ഓക്കെ, ഇത് സേവ് ഓൾ ചെയ്ത് നമുക്കൊന്ന് പ്രിവ്യൂ ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ 3 കോളം കണ്ടന്റ് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സെഷൻ ടൈറ്റിൽ വേണം. ഇതുപോലെയുള്ള ഒരു സെഷൻ ടൈറ്റിലൂടെ നമുക്ക് വേണം. അതോടെ കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ആ സെഷൻ്റെ ഒരു ടൈറ്റിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ സെഷൻ ടൈറ്റിൽ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് സെഷൻ എന്നുള്ള ടാഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് വേണം. റോയ്ക്ക് മുകളിലായിട്ട് സെഷൻ എന്നുള്ള ടാഗിൻ്റെ തൊട്ട് താഴെയായിട്ട്. ഓക്കെ, അപ്പോൾ അത് സെഷൻ്റെ ടൈറ്റിൽ ആയതുകൊണ്ട് അവിടെ നമ്മൾ ഡിവിഷൻ ക്ലാസ് സെഷൻ ടൈറ്റിൽ എന്ന് നമുക്ക് ഒരു പേര് കൊടുക്കാം. ഈ ക്ലാസ് നെയിം എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ കൊടുക്കുന്നത് ഡിവിഷൻ ക്ലാസ് സെഷൻ ടൈറ്റിൽ എന്നാണ്. ആ സെഷൻ ടൈറ്റിൽ എന്നുള്ള ഡിവിഷനുള്ളിൽ ഡിവിഷൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ആ കണ്ടന്റ് പേസ്റ്റ് ചെയ്യുന്നു. കോഴ്സസ് വി ഓഫർ എന്നുള്ളത് നമുക്ക് ഹെഡിങ് ടാഗിൽ സെറ്റ് ചെയ്യാം. H1 ആയിട്ട് സെറ്റ് ചെയ്തു. അതിന് തൊട്ട് താഴെയുള്ള കണ്ടന്റ് നമുക്ക് ഒരു പാരഗ്രാഫ് P ടാഗിനുള്ളിലും സെറ്റ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രിവ്യൂ ഒന്ന് ചെക്ക് ചെയ്യാം. സെഷൻ ടൈറ്റിൽ വന്നിട്ടുണ്ട്, പക്ഷെ അത് ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. അത് നമുക്ക് സെൻട്രൽ അലൈൻ ആക്കണം.
ഓക്കെ, അതിനുവേണ്ടി നമുക്ക് സെഷൻ ടൈറ്റിൽ എന്ന് പറയുന്ന ക്ലാസ്സിന് വേണ്ടി ഒരു സ്റ്റൈൽ എഴുതാം, CSS എഴുതാം. ആ പേര് ഞാൻ അവിടെ കോപ്പി ചെയ്തതിന് ശേഷം സ്റ്റൈൽ ഷീറ്റിൽ പോയി അതൊരു ഡിവിഷൻ ക്ലാസ് സെഷൻ ടൈറ്റിൽ എന്നുള്ളതായതുകൊണ്ട് എങ്ങനെ എഴുതണം, ഇവിടെ ഡോട്ട് ഇട്ട് എഴുതണം, ഡോട്ട് സെഷൻ ടൈറ്റിൽ എന്ന് എഴുതണം. ഓക്കെ, അതിനകത്ത് നമുക്ക് എന്താണ് സെറ്റ് ചെയ്യേണ്ടത്, ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ, അതിനുള്ളിലുള്ള ടെക്സ്റ്റ് സെൻട്രലായിട്ട് അലൈൻ ചെയ്ത് വരാൻ വേണ്ടി. ഓക്കെ, സേവ് ഓൾ ചെയ്യുക, സേവ് ഓൾ വെച്ച് സേവ് ചെയ്തതിന് ശേഷം റിവ്യൂ ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ അത് സെറ്റ് ആയിട്ടുണ്ട്, സെഷൻ ടൈറ്റിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ സെഷന്, രണ്ടാമത്തെ നമ്മുടെ സെഷന് ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ഗ്രേ കളർ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നമുക്കത് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കൊരു ഗ്ലാസ് ഇവിടെ വിളിക്കാം, BG ഗ്രേ എന്ന പേരിൽ ഒരു ഗ്ലാസ് വിളിക്കുകയാണ്. കാരണം സെഷനുള്ളിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സെഷൻ്റെയും ബാക്ക്ഗ്രൗണ്ട് കളർ മാറിപ്പോകും. അതുകൊണ്ടാണ് നമുക്ക് എവിടെയാണോ വേണ്ടത് അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കാൻ നമ്മളൊരു ക്ലാസ് ഇവിടെ വിളിക്കുകയാണ്, BG ഗ്രേ എന്ന് പറയും. അതിനുള്ളിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ഗ്രേ കളർ സെറ്റ് ചെയ്യുകയാണ്. അവിടെ എഴുതിയതിന് ശേഷം ഏത് സെഷൻ ആണോ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കളർ വേണ്ടിയത് ആ സെഷൻ്റെ അവിടെ ചെന്നിട്ട് ക്ലാസ് BG ഗ്രേ എന്ന് വിളിക്കണം. ആ സെഷൻ്റെ ഉള്ളിലായിട്ട്, റോയ്ക്കുള്ളിലല്ല, സെഷൻ്റെ ടാഗിനുള്ളിലാണ് വിളിക്കേണ്ടത്. ക്ലാസ് സെഷൻ ക്ലാസ് BG ഗ്രേ ആണ്. അതിനുശേഷം ഫയൽ സേവ് ഓൾ വെച്ച് സേവ് ചെയ്യുക, റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ഈ ഗ്രേ കളർ ഇച്ചിരി ഡാർക്ക് ആയതുകൊണ്ട് നമുക്കൊന്ന് ലൈറ്റ് ആക്കി കൊടുക്കാം. ലൈറ്റ് ഗ്രേ സേവ് ഓൾ വെച്ച് സേവ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യാം. ഓക്കെ, ഒരു ലൈറ്റ് ഗ്രേ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ രണ്ടാമത്തെ സെഷന് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു 4 കോളം കണ്ടന്റ് ആണ്. അവിടെ ഒരു സെഷൻ ടൈറ്റിൽ ഉണ്ട്, ഒരു 4 കോളം കണ്ടന്റ് ആണ്. ഒന്ന് സോഴ്സ് കോഡിൽ പോയി ആ സെഷന്റെ താഴെ, ആ സെഷന്റെ ക്ലോസിംഗ് ടാഗിന് താഴെയായിട്ട് വേണം അടുത്ത സെഷൻ എഴുതാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ സെഷന്റെയും ക്ലോസിംഗ് ടാഗിന് താഴെയായിട്ട് വേണം അടുത്ത സെഷനുകൾ ആരംഭിക്കാൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു HTML കമന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. HTML കമന്റിനുള്ളിൽ നമുക്ക് അടുത്ത സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എഴുതാം. അത് അവർ ടീം എന്നുള്ള സെഷൻ ആയതുകൊണ്ട് അവർ ടീം സെഷൻ ബിഗിൻസ് ഹിയർ അല്ലെ സ്റ്റാർട്ട് ഹിയർ എന്ന് നമുക്ക് അവിടെ ഒന്ന് എഴുതി വെക്കാം. അപ്പോൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നത് എവിടെയാണ് ആ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനുശേഷം അതിന് താഴെയായിട്ട് നമുക്ക് HTML സ്ട്രക്ചർ ഉണ്ടാക്കാം. ആ സെഷന് വേണ്ടിയുള്ള ഒരു സെഷൻ, അതിൽ ഒരു സെഷൻ ടൈറ്റിൽ ഉണ്ട്, പിന്നെ 4 കോളംസ് ഉണ്ട്. ഇതാണ്. അപ്പം നമുക്ക് ആദ്യം സെഷൻ ഷോർട്ട് കട്ട് വെച്ച് എഴുതാം. ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ടതിന് ശേഷം ഡോട്ട് റോ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഡോട്ട് കോളം എത്ര ടൈംസ് വേണം *4, എന്നിട്ട് ടാബ് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ആ ഫുൾ കോഡ് അവിടെ വന്നിട്ടുണ്ട്, സ്ട്രക്ചർ അവിടെ വന്നിട്ടുണ്ട്, HTML സെഷൻ, അതിനുള്ളിൽ റോയ്ക്കുള്ളിൽ 4 തവണ കോളംസ്. ഓക്കെ, ഇനിയും ഈ സെഷന് തൊട്ട് താഴെയായിട്ട് നമുക്കൊരു സെഷൻ ടൈറ്റിലിന് വേണ്ടി ഒരു ക്ലാസ് കൂടി വിളിക്കണം. ഡോട്ട് സെഷൻ ടൈറ്റിൽ എന്ന് എഴുതിയതിന് ശേഷം ടാബ് പ്രസ് ചെയ്താൽ മതി. അപ്പം ഡിവിഷൻ ക്ലാസ് സെഷൻ ടൈറ്റിൽ നിന്ന് അത് തനിയെ അവിടെ വന്നോളൂ. ഓക്കെ, ഇപ്പം നമ്മുടെ ആ HTML സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം, ആദ്യം HTML സ്ട്രക്ചർ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ കണ്ടന്റുകൾ ആഡ് ചെയ്ത് തുടങ്ങാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ HTML സ്ട്രക്ചർ ചിലപ്പോൾ തെറ്റിപ്പോയിട്ട് ആ ഒരു ലേഔട്ട് കിട്ടാതെ പോകും. ഓക്കെ, HTML ടൈറ്റിൽ നമുക്ക് ആ സെഷൻ്റെ ടൈറ്റിൽ കോപ്പി ചെയ്ത് ഡിവിഷൻ ക്ലാസ് സെഷൻ ടൈറ്റിൽ എന്നുള്ള ഇതിനുള്ളിൽ, ആ ഡിവിഷനുള്ളിൽ നമുക്കത് പേസ്റ്റ് ചെയ്യാം. അവർ ടീം എന്നുള്ളത് നമുക്ക് H1 അല്ലെങ്കിൽ H2 ടാഗിനുള്ളിൽ നമുക്ക് അത് H1 ടാഗിനുള്ളിൽ നമുക്കത് സെറ്റ് ചെയ്യാം. അടുത്ത താഴത്തെ കണ്ടന്റ് പാരഗ്രാഫ് ടാഗിനുള്ളിൽ സെറ്റ് ചെയ്യാം. സേവ് ഓൾ വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെഷൻ കാണാം. ഓക്കെ, നമ്മുടെ സെഷൻ, അടുത്ത സെഷന്റെ ടൈറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട്. അടുത്ത നമ്മുടെ ഓരോ കോളത്തിനുള്ളിലും നമുക്ക് ആവശ്യമായ ഇമേജുകളും കണ്ടന്റും ആഡ് ചെയ്യാം. ആദ്യത്തെ കോളത്തിനുള്ളിൽ നമുക്ക് ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാം. നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ ഇമേജുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് ഇൻസേർട്ട് ചെയ്യുക. ഒന്നാമത്തെ കോളത്തിൽ ഇൻസേർട്ട് ചെയ്തു. രണ്ടാമത്തെ കോളത്തിനുള്ളിൽ കഴ്സർ വെച്ചിട്ട് അടുത്ത ഇമേജ് ഇൻസേർട്ട് ചെയ്യാം. സെയിം സ്റ്റെപ്പ് തന്നെ 4 കോളത്തിലും റിപ്പീറ്റ് ചെയ്യുകയാണ്.
ഫയൽ സേവ് ഓൾ വെച്ച് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രിവ്യൂ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ അടുത്ത 4 കോളം കണ്ടന്റ് ഉള്ള സെഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സെഷനിൽ ഇമേജിന് താഴെയായിട്ട് നമുക്ക് ടീം മെമ്പേഴ്സിന്റെ പേരൂടെ വരണമല്ലോ. ഇതുപോലെ അതുകൂടെ നമുക്ക് ആഡ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടുന്ന് കോപ്പി ചെയ്യുന്നു. അത് ഓരോരോ സെപ്പറേറ്റ് പേരുകളായിരിക്കും ആഡ് ചെയ്യേണ്ടത്. ആ ഓരോ കോളത്തിലും ഇമേജിൻ്റെ ടാഗിന് ശേഷം നമ്മുടെ കർസർ വെക്കുക. അതിനുശേഷം നമുക്ക് അവിടെ കൺട്രോൾ 3 പ്രസ് ചെയ്താൽ H3 എന്നുള്ള ടാഗ് അവിടെ വരും. അതിനുള്ളിൽ നമുക്ക് അവരുടെ പേരുകൾ അല്ലെ ടീം മെമ്പർ 1 അല്ലെ ടീം മെമ്പർ 1 2 3 4 എന്ന് നമുക്ക് ആഡ് ചെയ്യാം. ഓരോ കോളത്തിലും ഇമേജിൻ്റെ ടാഗ് ക്ലോസിംഗ് ടാഗിന് ശേഷം H3 ഇൻസേർട്ട് ചെയ്യുക. കൺട്രോൾ 3 പ്രസ് ചെയ്താൽ മതി. അതിനുള്ളിൽ നമ്മുടെ പേരുകൾ കൊടുക്കുക. ഫയൽ സേവ് ഓൾ വെച്ച് സേവ് ചെയ്തതിന് ശേഷം റിവ്യൂ ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. അത് നമുക്കൊന്ന് സെൻട്രൽ അലൈൻഡ് ആക്കാം. ഒന്ന് സെൻട്രൽ അലൈൻഡ് ആയിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് സ്റ്റൈൽ ഷീറ്റിൽ പോയിട്ട് ഒരു സെപ്പറേറ്റ് ക്ലാസ് നമുക്ക് വിളിക്കാം. ഒരു ടെക്സ്റ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ഒരു ക്ലാസ് നെയിം .ടെക്സ്റ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം ബ്രാക്കറ്റിനുള്ളിൽ. അപ്പോൾ എന്താണ് എഴുതേണ്ടത്? ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ സെമിക്കോളൻ. ഇതിവിടെ എഴുതിയതുകൊണ്ട് മാത്രം നമുക്ക് അപ്പുറത്ത് വരത്തില്ല. ഈ ക്ലാസ് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ വിളിക്കണം. അപ്പോൾ നമ്മുടെ ഈ റോയ്ക്കുള്ളിൽ ഉള്ള കണ്ടന്റുകളുടെ ടെക്സ്റ്റാണ് സെൻട്രൽ അലൈൻഡ് ആണ്. അപ്പോൾ ആ റോയ്ക്കുള്ളിൽ നമുക്ക് വിളിക്കാം. ഈ റോ എന്നുള്ളത് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഈ 2 ക്ലാസിൻ്റെയും പ്രോപ്പർട്ടീസ് ആ ഒരു റോയ്ക്ക് അപ്ലൈ ആവും. സേവ് ഓൾ വെച്ച് സേവ് ചെയ്യുക. പ്രിവ്യൂ ചെക്ക് ചെയ്യാം. ഓക്കെ, അത് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഓരോ ഇമേജിൻ്റെയും സെൻട്രലായിട്ട് അലൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട് ടെക്സ്റ്റ്. അടുത്ത് നമുക്ക് ഏറ്റവും താഴെയുള്ള നമ്മുടെ ഈ സിംഗിൾ കോളം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെഷൻ ക്ലോസിംഗ് ടാഗിന് താഴെയായിട്ട് കർസർ വെക്കുക. അവിടെ നമുക്കൊരു HTML കമന്റ് ഇൻസേർട്ട് ചെയ്യാം. നമ്മുടെ അടുത്ത സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതിന് നമുക്കൊരു കോൾ ടു ആക്ഷൻ സെഷൻ എന്ന് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ആ സെഷൻ ഒരു സിംഗിൾ കോളമാണ്. ഒരു സെഷൻ ഉണ്ട്, അതിനകത്ത് ഒരു റോയ്ക്കുള്ളിൽ ഒരു കോളം മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പം നമ്മുടെ നേരത്തെ എഴുതിയതുപോലെ തന്നെ നമുക്കിവിടെയും ആ ഒരു ലേഔട്ട് എഴുതാൻ ആദ്യം, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. സെഷൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഡിവിഷൻ ക്ലാസ് റോ എന്ന് വരേണ്ടിയുണ്ട്. .റോ ഗ്രേറ്റർ ദാൻ സിമ്പിൾ .കോളം ഒറ്റത്തവണയുള്ളതുകൊണ്ട് ഒന്നും വേണ്ട. ടാബ് അടിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു സ്ട്രക്ചർ അല്ലെ ലേഔട്ട് അവിടെ വന്നിട്ടുണ്ട്. സെഷനുള്ളിൽ റോയ്ക്കുള്ളിലായിട്ട് ക്ലാസ് ആ കോളം. ഈ കോളത്തിനുള്ളിൽ നമ്മുടെ കണ്ടന്റ് നമ്മൾക്ക് ഇൻസേർട്ട് ചെയ്താൽ മതി. ഈ കണ്ടന്റ് നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് അതിനെ നമുക്കൊരു ഹെഡിങ് ടാഗിനുള്ളിലാക്കാം. H1 അല്ലെ H2 അതുപോലത്തെ ഒരു H1 എന്നുള്ള ടാഗിനുള്ളിലാക്കാം. അടുത്ത കണ്ടന്റ് നമുക്ക് ഒരു പാരഗ്രാഫ് ടാഗിനുള്ളിലാക്കാം. സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് പാരഗ്രാഫ് അല്ലെങ്കിൽ Ctrl+Shift+P അടിച്ചാൽ മതി. ഓക്കെ, അത് പാരഗ്രാഫ് ടാഗിനുള്ളിലായിട്ടുണ്ട്. നമുക്ക് സേവ് ഓൾ വെച്ച് സേവ് ചെയ്ത് ഇത് ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് സെൻട്രൽ അലൈൻഡ് ആക്കി കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ എഴുതിയ ടെക്സ്റ്റ് സെൻറ്റർ എന്നുള്ള ആ ഒരു ക്ലാസ് ഇവിടെ വിളിച്ചാൽ മതി. ആ ഡിവിഷൻ ക്ലാസ് റോ എന്നുള്ളത് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് ടെക്സ്റ്റ് സെൻറ്റർ എന്നുള്ളത് വിളിച്ചാൽ മതി. ഓൾറെഡി അതിനകത്ത് നമ്മൾ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്ന് എഴുതിയേക്കുന്നതുകൊണ്ട് ആ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ആയിക്കോളും. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് സെൻട്രലായിട്ടുണ്ട്. അടുത്ത് നമുക്കൊരു ബട്ടൺ വേണം. നമുക്കൊരു ബട്ടൺ ടാഗിനുള്ളിൽ വിളിച്ചാൽ മതി. നമ്മുടെ പാരഗ്രാഫിന് താഴെയായിട്ട് ഈ ടാഗ് ക്ലോസിംഗ് ടാഗിന് താഴെയായി കർസർ വെച്ചതിന് ശേഷം
ബട്ടൺ എന്ന് ടൈപ്പ് ചെയ്ത് ടാബ് പ്രസ് ചെയ്താൽ മതി. ബട്ടൺ ടാഗ് വന്നു. ആ ബട്ടൺ ടാഗിനുള്ളിൽ ആ ബട്ടനെ കാണേണ്ട ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കുക. അപ്ലൈ നൗ. ഓൾറെഡി നമ്മൾ ബട്ടന് വേണ്ടി സ്റ്റൈൽ ഷീറ്റ് എഴുതിയേക്കുന്നതുകൊണ്ട് നമുക്കിവിടെ ബട്ടൺ ഓൾറെഡി അത് ഡിസൈൻ ചെയ്താണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ആ സെഷന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളറെല്ലാം നമ്മൾ സെപ്പറേറ്റ് ക്ലാസ്സുകളായിട്ട് വിളിച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഇപ്പം BG ഗ്രേ എന്ന് വിളിച്ചേക്കുന്നത് പോലെ അടുത്ത് നമുക്കൊരു ക്ലാസ് വിളിക്കാം. .bg പിങ്ക് എന്ന് വിളിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് കളറുകൾ അപ്ലൈ ചെയ്യേണ്ടി വരുമ്പോൾ ഇതുപോലെ നമ്മൾ പ്രത്യേകം ക്ലാസ്സുകൾ വിളിച്ച് അതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ട് വിളിക്കുന്നതാണ് ഒരു നല്ല പ്രാക്ടീസ്. ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് മേളിൽ ആ കളർ കോഡ് കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, ആ കോഡ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ട് കളർ പിങ്ക് ആയതുകൊണ്ട് അതിൻ്റെ ടെക്സ്റ്റ് കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. കളർ നമ്മളൊന്ന് വൈറ്റ് ആക്കി കൊടുക്കുന്നു. ടെക്സ്റ്റ് കളർ മാറ്റുന്നതിന് വേണ്ടിയുള്ള കോഡ് കളറിന് മാത്രമേ ഉള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഓർത്തിരിക്കണം. ഓക്കെ, ഇനി ആ ഒരു കളർ അവിടെ നമ്മൾ എഴുതിയത് ഈ സെഷനകത്ത് വന്ന് വിളിക്കണം, അതും മറന്നു പോകല്ലേ. സെഷനുള്ളിൽ വന്ന് ക്ലാസ് BG പിങ്ക് എന്നുള്ളത് നമ്മുടെ വിളിച്ചെങ്കിൽ മാത്രമേ ഇവിടെ കാണത്തുള്ളൂ, അപ്പുറത്ത് എഴുതിയാൽ മാത്രം അത് വരില്ല. ഓക്കെ, സേവ് ഓൾ വെച്ച് സേവ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിവ്യൂ ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ അടുത്ത ലാസ്റ്റ് സെഷനും റെഡി ആയിട്ടുണ്ട്. അടുത്ത ഏറ്റവും താഴെയായിട്ട് വരുന്ന ഫൂട്ടർ. ഇപ്പോൾ ഹെഡർ കഴിഞ്ഞു, മെയിൻ സെഷൻ കഴിഞ്ഞു, ഇനി നമ്മുടെ ഫൂട്ടറാണ്. അതിനായി നമ്മുടെ മെയിൻ നമ്മൾ ആദ്യം എഴുതിയിരുന്നല്ലോ, മെയിനുള്ളിലായിരുന്നു നമ്മൾ ഇത്ര നേരം ചെയ്ത കാര്യങ്ങളെല്ലാം. മെയിനിന് താഴെയായിട്ട്, മെയിനിൻ്റെ ക്ലോസിംഗ് ടാഗിൻ്റെ താഴെയായിട്ട് കർസർ വെച്ചിട്ട് നമുക്കൊരു കമൻറ്റ് ഇൻസേർട്ട് ചെയ്യാം. നമ്മുടെ ഫൂട്ടർ സ്റ്റാർട്ട് ഹിയർ, ഫൂട്ടർ സെഷൻ സ്റ്റാർട്ട് ഹിയർ എന്നോ ബിഗിൻസ് ഹിയർ എന്നോ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, അതിന് താഴെയായി ഫൂട്ടറിന് വേണ്ടി നമുക്കുള്ള ടാഗാണ് ഫൂട്ടർ എന്ന് പറഞ്ഞ ഹെഡർ, ഫൂട്ടർ, മെയിൻ എന്നുള്ള ടാഗുകളെല്ലാം HTML5 ഉള്ളതുകൊണ്ട് അത് തന്നെ നമുക്ക് യൂസ് ചെയ്താൽ മതി. ഫൂട്ടറിന് ടൈപ്പ് ചെയ്തിട്ട് ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാഗ് അവിടെ വന്നിട്ടുണ്ട്. ആ ടാഗിനുള്ളിൽ ഒരു P ടാഗ്, Ctrl+Shift+P അടിച്ചാൽ മതി. അതിനകത്ത് നമുക്ക് വേണ്ടിയ ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓൾ റൈറ്റ്സ് റിസർവ്ഡ്, കോപ്പിറൈറ്റ്സ് 2020. ആ കോപ്പിറൈറ്റിൻ്റെ സിമ്പിൾ വരുന്നതിന് വേണ്ടി നമുക്ക് ഇൻസേർട്ടിൽ നിന്നും HTML സെലക്ട് ചെയ്യുക. അതിന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പം ക്യാരക്ടർ എന്നുള്ളത് വരും. അവിടെ നിന്ന് നമുക്ക് കോപ്പിറൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ആ റൗണ്ടിനുള്ളിൽ C വരുന്ന ആ ഒരു സിമ്പിൾ അവിടെ ഓട്ടോമാറ്റിക് ഇൻസെർട്ട് ആയിക്കോളും. സേവ് ഓൾ വെച്ച് സേവ് ചെയ്യുക. അതിനുശേഷം പ്രിവ്യൂ ചെക്ക് ചെയ്യാം. അത് വന്നിട്ടുണ്ട്, നമ്മുടെ കണ്ടന്റും എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടാണ് കിടക്കുന്നത്, അതുകൊണ്ട് നമുക്കത് സെൻട്രൽ അലൈനിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റൈൽ ഷീറ്റ് വന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയുള്ള സ്റ്റൈൽ എഴുതുകയാണ് ഫൂട്ടർ. അതൊരു HTML ടാഗ് ആയതുകൊണ്ട് .# ഒന്നും ഇടണ്ട, വെറുതെ ഫൂട്ടർ എന്ന് എഴുതിയാൽ മതി. ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്ന് വിളിക്കുന്നു. സെൻട്രൽ അലൈൻ ചെയ്യാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ള പ്രോപ്പർട്ടി വിളിക്കുന്നു. അതിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യാം. ഒരു ഫുൾ ബ്ലാക്ക് അല്ല, നിയർ ടു ബ്ലാക്ക് ഒരു കളർ സെറ്റ് ചെയ്യുന്നു. കളർ ബ്ലാക്ക് ആയതുകൊണ്ട് ഫോണ്ടിൻ്റെ കളർ മാറ്റണം. അതിനുള്ള കോഡ് കളർ നമ്മൾ വൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. സെമിക്കോളൻ. അതിനുശേഷം സേവ് ചെയ്തിട്ട് പ്രിവ്യൂ ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫൂട്ടർ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു പാഡിങ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് റെഡി ആയി കിട്ടും. പാഡിങ് ഒരു 7 പിക്സൽ ഞാൻ കൊടുക്കുന്നു. സേവ് ഓൾ വെച്ച് സേവ് ചെയ്യുക. നമ്മുടെ ഫൂട്ടർ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ വെബ് പേജിൻ്റെ ഡിസൈൻ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ഹെഡർ സെഷൻ ഉണ്ട്, ബാനർ ഉണ്ട്, 2 കോളം കണ്ടന്റ് ഉള്ള സെഷൻ, 3 കോളം കണ്ടന്റ്, 4 കോളം കണ്ടന്റ്, സിംഗിൾ കോളം കണ്ടന്റ്, ഫൂട്ടർ, ഇത്രയും ഉള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ.